റാസിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? നിങ്ങളുടെ സർക്കിൾ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കണം. നിങ്ങളെ സാധാരണക്കാരുടെ ഇടയിലൊന്നുമില്ല കാണും. ഇപ്പോൾ റാസിൻ്റെ അടുത്ത് ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ പോയി എന്ന് പറഞ്ഞു. ദുബായിൽ പോയപ്പോഴും കൂടുതൽ സമയം അവരായിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഓഫീസിലെ പ്രോഗ്രാമിലേക്ക് ഗസ്റ്റായിട്ട് വരുന്ന റാസാൻ ബീഗാണ് അവരത്. ഇപ്പം എന്താണ് അവരായിട്ട് ഇങ്ങനെ ഒത്തിരി ഒരു അടുപ്പത്തിലേക്ക് വരാൻ, ഈ സർക്കിൾക്ക് വരാനുള്ളൊരു ഇൻസിഡന്റിന്റെ പുറത്ത് അങ്ങനെ വന്നതാണ്. അല്ലാതെ അങ്ങനെ റാസനെ നമ്മൾ വിളിച്ചുകൊണ്ട് അങ്ങനെ ഒരു കമ്പനി ആയതൊന്നുമല്ല. ദുബായിൽ നമ്മളെല്ലാ ടീമും കൂടെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങള് എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പിന്നെ ചിലപ്പോൾ കോഫി ഷോപ്പിലോ ഇങ്ങനെ ഇരുന്നുകൊണ്ട് വെറുതെ രാത്രി ഒക്കെ ഇരിക്കുന്ന പോലത്തെ അങ്ങനെ ഇരിക്കും. അങ്ങനെ റാസ നമ്മളവിടെ ദുബായിലെ റൂമിൽ വന്ന് എല്ലാവരും കൂടെ ഇരുന്നുകൊണ്ട് വെറുതെ സംസാരിച്ച്, പിന്നെ അതങ്ങനെ സംസാരിച്ച് റാസന്റെ കഥ നമ്മളെ കഥയൊക്കെ പറഞ്ഞ് റാസ ഇങ്ങനെ പാടിയപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം പാടിയപ്പോൾ അതങ്ങനെ അങ്ങനെ ഒരു വൈബായിട്ട് ഒരു ഇഷ്ടമായി. റാസിന്റെ ഒരു പ്രത്യേകത എന്താ, പുതിയൊരു ആൾക്കാരാണ് എന്നുള്ളൊരു ഫീലില്ല. അതായത് അപ്പോൾ നമ്മൾ കുറേ കാലം മുന്നിലുള്ള ഫ്രണ്ട്സുകളെ പോലെ പാടുന്ന സമയത്ത് എല്ലാവരെയും കണ്ണൊക്കെ നോക്കിയിട്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. ഇങ്ങനെ ഒരു പ്രത്യേക നോട്ടാണ്, നമ്മളെ തന്നെ നോക്കണേ തോന്നുന്ന ടൈപ്പില്. നമ്മൾ കുറേ മുന്നേ അറിയണ പോലത്തെ ഒരു അപരിചിത്തൊരിക്കലും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ നല്ല മനസ്സിലാവും.